നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തിന് നിന്നെ ഞാൻ വിളിച്ചു വരുത്തൂ ശിവരാമ. നിങ്ങളുടെ മകളെ നോക്കാനും താമസിപ്പിക്കാനും അവിടെയുള്ളവർക്ക് മടി കാണും. പക്ഷേ സന്ദീപിന്റെ കുഞ്ഞിനോട് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ശിവരാമന് മനസ്സിലായിട്ടില്ല. നിത്യയ്ക്ക് മനസ്സിലായി അല്ല നിത്യ? എന്നാ തനിക്ക് മനസ്സിലായത് ശിവരാമന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു കൊടുത്തേ. കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റണം. നിങ്ങളുടെ കുഞ്ഞിനെ സന്ദീപിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ താമസിപ്പിക്കണം. അതല്ലേ മാഡം ഉദ്ദേശിച്ചത്? അത് തന്നെ. സന്ദീപിന്റെയും ശിവരാമന്റെയും കുഞ്ഞുങ്ങൾ പിറന്നിരിക്കുന്നത് ഒരേ ദിവസമാ, ഏതാണ്ട് ഒരേ സമയത്തും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തിയ ആരും അറിയില്ലെന്ന് മാത്രമല്ല, ശിവരാമൻ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സൗകര്യങ്ങൾ ശിവരാമന്റെ മകൾക്ക് കിട്ടും. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ശിവരാമന്റെ മകളും, കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് സേതുമാധവന്റെ കൊച്ചുമോളും. സേതുമാധവന്റെ കൊച്ചുമോളെന്ന് പറഞ്ഞ ചില്ലറ സംഭവമെല്ലാം തനിക്കറിയാലോ. ശിവരാമനൊന്ന് ഓർത്തു നോക്കിയേ, തന്റെ ചോരയിൽ പിറന്ന ആ മോളുടെ ഒരു ഭാഗ്യം. അളക്കാനാവാത്ത സമ്പത്തിന്റെ അവകാശിയായി മാറും തന്റെ മോള്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനി ഞാനൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ശിവരാമൻ തന്നെ ചിന്തിക്കും. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും തന്റെ മകൾ ജീവിക്കണോ, എല്ലാ സൗകര്യത്തോടും കൂടി നെല്ലിശ്ശേരിയിൽ ജീവിക്കണോന്ന്. എന്ന് പറഞ്ഞാൽ ശിവരാമന് തന്റെ മകളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടൊന്നും കരുതണ്ട. തന്റെ കുഞ്ഞിനെ എടുക്കാനും ലാളിക്കാനും കാണാനും ഒക്കെയുള്ള അവസരം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിത്തരാം. പക്ഷേ നമ്മൾ 3 പേരും അല്ലാതെ മറ്റാരും ഇതറിയാതെ നോക്കണം. പ്രസവിച്ച തന്റെ ഭാര്യ പോലും. എന്താ, സമ്മതമാണോ ശിവരാമന്? ഇതിലിത്ര ആലോചിക്കാനൊന്നുമില്ല. ജനിച്ച ദിവസം തന്നെ നിങ്ങളുടെ മകൾക്കൊരു രാജയോഗം വന്നു എന്ന് കരുതിയാ മതി. താനും ഭാര്യയൊക്കെ ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടതകളൊക്കെ കുഞ്ഞിനെ കൊണ്ട് തീരാൻ പോവാ. നല്ലൊരു ബേബി ഫുഡ് പോലും വാങ്ങാൻ കാശില്ലാത്തവന്റെ മകൾ രാജകുമാരിയായി നെല്ലിശ്ശേരിയിൽ വാഴുന്നതൊന്ന് ആലോചിച്ചാൽ മാത്രം മതി ശിവരാമൻ. എനിക്ക് സമ്മതം. മാഡം പറഞ്ഞതൊക്കെ എനിക്ക് സമ്മതം. മതി, ഈ സമ്മതം മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. എല്ലാം വഴിയേ പറയാം. ഇനി നീ എന്താ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. വേണ്ട മാഡം, കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കെടുത്തിക്കോളാം ഇന്ന് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.